Hi dears, welcome to your GS B.Ed classes. I am Radhika. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാല്യൂസ് ആൻഡ് പീസ് എഡ്യൂക്കേഷൻ എന്ന കോഴ്സിലെ ബുക്കിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള പീസ് എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പൊ പേര് പോലെ തന്നെ പീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൈൻഡ് ഓഫ് പീസ്ഫുൾ എഡ്യൂക്കേഷൻ. നമ്മളിപ്പോൾ എഡ്യൂക്കേഷനിലൂടെയൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ സപ്പോസ് ചെയ്യുന്നത് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, എഡ്യൂക്കേഷണൽ അറ്റ്മോസ്ഫിയർ, പീസ്ഫുൾ സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ യൂണിറ്റുകളിലൊക്കെ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതാണ്. ഇനി എന്താണ് പീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പീസ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് നോക്കാം. പീസ് എഡ്യൂക്കേഷൻ ഈസ് ബിക്കമിങ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് സ്കൂൾ കരിക്കുല വേൾഡ് വൈഡ്. പീസ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമാണ് കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? അപ്പൊ നമുക്കറിയാം പീസ്ഫുൾ എഡ്യൂക്കേഷൻ, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഈസ് നീഡഡ് ഫോർ എവറിഥിങ്, എസ്പെഷ്യലി ഇൻ ഗെറ്റിംഗ് എഡ്യൂക്കേഷൻ, അല്ലെ? ഇറ്റ് ഇന്റഗ്രേറ്റ്സ് കോൺസെപ്റ്റ്സ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയറൽ സ്കിൽസ് ഫോർ പീസ്ഫുൾ ലിവിങ്. അപ്പൊ എന്തൊക്കെയാണ് ഈ പീസ്ഫുൾ എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയറൽ സ്കിൽസ്, അല്ലെ? ഇതെല്ലാം എന്തിന്? ഫോർ പീസ്ഫുൾ ലിവിങ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, കോൺസെപ്റ്റ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയറൽ എല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് പീസ്ഫുൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വേണം എന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Earlier focus was mainly on cognitive learning, neglecting emotional and moral aspects. അപ്പം കോഗ്നിറ്റീവ് ലേണിംഗ്, ഇമോഷണൽസും അതുപോലെ തന്നെ മോറൽ ആസ്പെക്ട്സും ഒക്കെ മുൻപ് നമ്മൾ അത്ര കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇമോഷൻസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്, അല്ലെ? ഒന്നും മെറ്റീരിയലിസ്റ്റിക് അല്ല. ഇമോഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് നൗ ഡേയ്സ്. അതുപോലെ തന്നെ അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലത്തുള്ളത്. കാരണം ഇന്നത്തെ സ്റ്റുഡൻസ് പറഞ്ഞിട്ട് ദേ ആർ ടു സെൻസിറ്റീവ്. പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസ് വരുമ്പോഴാണ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഒക്കെ ഇല്ലാതെയായി മാറുന്നത്. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ കുറെ ഇമോഷൻസ് നമ്മൾ വെറും കോഗ്നിറ്റീവ് ലെവൽ മാത്രമാകുമ്പോൾ ഇമോഷൻസ് കൂടിയിട്ടും പ്രോബ്ലംസ് ഉണ്ടാവാം. ഓക്കെ, ദിസ് ഇംബാലൻസ് ഹാസ് ലെഡ് ടു സ്റ്റുഡന്റ് അണ്ടർസ്റ്റാൻഡ് ആന്റി സോഷ്യൽ ബിഹേവിയർ. അപ്പോ ഈ കൊഗ്നിറ്റീവ് ലേണിങ്ങും ഇമോഷണൽ ലേണിങ്ങും തമ്മിലുള്ള ഒരു ഇംബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആന്റി സോഷ്യൽ ഒക്കെ ആയി മാറാൻ കുട്ടികൾ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നതാണ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ ആന്റി സോഷ്യൽ ക്രിമിനൽസ് ഒക്കെ ആയി മാറുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ ക്രിമിനൽസ്, അതുപോലെ ജയിലിലൊക്കെ കിടക്കുന്ന ആളുകൾ ഒരു മോർ ദാൻ 50% വെരി ഓർ ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആണ്. സോ ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. കാരണം എഡ്യൂക്കേഷൻ കൊണ്ട് അവരെ ഒന്നും മാറ്റാൻ പറ്റിയില്ല, അവർക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ, അല്ലെ? അപ്പൊ എന്തായാലും നമ്മൾ ഈ ചാപ്റ്ററിൽ അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പീസ് എഡ്യൂക്കേഷൻ ഡെവലപ്സ് യൂണിവേഴ്സൽ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ് നെസസറി ഫോർ എ കൾച്ചർ ഓഫ് പീസ്, അല്ലെ? അപ്പൊ ഇതിൽ പറയുന്നത് ഒരു പീസ്ഫുൾ കൾച്ചറിന് വേണ്ടി എന്തൊക്കെ വാല്യൂസ്, അല്ലെ, എന്തൊക്കെ ബിഹേവിയേഴ്സ് ആണ് അത്യാവശ്യമായിട്ടുള്ളത്. പീസ് എഡ്യൂക്കേഷൻ മീനിങ്. ഇനി എന്താണ് ഈ പീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പീസ് ഡസ് നോട്ട് ഓൺലി മീൻ ദി ആബ്സെൻസ് ഓഫ് വാർ ഓർ വയലൻസ്. വയലൻസ് ഇല്ല, വാർ ഇല്ല, അപ്പൊ പീസ്ഫുൾ ആണ് നമ്മൾ വിചാരിക്കരുത്. കാരണം ഇമോഷണൽ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഈസ് വെരി മച്ച് നീഡഡ്, അല്ലെ? ഇറ്റ് ഇൻക്ലൂഡ്സ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ഹാർമണി, അല്ലെ? പോസിറ്റീവ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റിസ് ഉണ്ടാവണം, നീതി ഉണ്ടാവണം എല്ലാവർക്കും, ഇക്വാലിറ്റി, എല്ലാവരും സമന്മാരാവണം, ആൻഡ് സോഷ്യൽ ഹാർമണി ഓൾസോ ദെയർ. സോഷ്യൽ ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടായിരിക്കണം. Peace education teaches values, attitudes and skills for peaceful coexistence. അപ്പൊ പീസ് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ പഠിക്കുന്നത് വാല്യൂസ്, അല്ലെ, മൂല്യങ്ങളൊക്കെ, അതായത് നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് കുറെ എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും, കുറെ മൂല്യങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. അതിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ ചില ആറ്റിറ്റ്യൂഡൊക്കെ, നമ്മുടെ ചില മോശം ആറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ മാറ്റിയിട്ട് നല്ല ആറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. സ്കിൽസ് ഫോർ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. അതുപോലെ തന്നെ കോ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്, അല്ലെ, മറ്റുള്ളവരുമായിട്ട് സഹവർത്തിത്വം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ, അല്ലെ, അതൊരു സ്കിൽ തന്നെയാണ്. മറ്റുള്ളവരെ അംഗീകരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കുക വളരെ പീസ്ഫുൾ ആയിട്ട്, ഇറ്റ്സ് എ സ്കിൽ. സോ അതിനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ് അഡ്രസ്സസ് ബോത്ത് ഔട്ട്വേർഡ് ആൻഡ് സ്ട്രക്ചറൽ വയലൻസ്. അപ്പോൾ നമുക്കറിയാം
നമ്മൾ ഈ പീസ് എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറെ സ്ട്രക്ചറൽ വയലൻസ് അല്ലെ. നമുക്കറിയാം ഒരുപാട് വയലൻസ് ഇൻ ദ കേസ് ഓഫ് എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് ഇൻ ദ സൊസൈറ്റി ഈസ് ഹാപ്പനിങ് നൗഡേയ്സ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ലേണിംഗ് ഈസ് എയിംഡ് അറ്റ് ബിൽഡിംഗ് പീസ്ഫുൾ റിലേഷൻഷിപ്സ് അറ്റ് പേഴ്സണൽ, സോഷ്യൽ ആൻഡ് ഗ്ലോബൽ ലെവൽസ്. ഇപ്പൊ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി? ബിൽഡിംഗ് പീസ്ഫുൾ റിലേഷൻഷിപ്സ് അല്ലെ. പീസ്ഫുൾ ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ? പേഴ്സണൽ, സോഷ്യൽ ആൻഡ് ഗ്ലോബൽ ലെവൽസ് അല്ലെ. ആദ്യം പേഴ്സണൽ പീസ് ഉണ്ടാക്കണം, then social within the society or with the people in the society, and at global levels also. Global levels in the sense to the whole world or to the whole globe. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ആളുകൾ മാത്രമായിട്ട് നമുക്ക് പീസ് ഉണ്ടാക്കിയാൽ പോരാ. ഗ്ലോബൽ പീസ് ഈസ് വെരി എസെൻഷ്യൽ, അതർവൈസ് വാർസ് മേ ബി ദയർ അല്ലെ. യുദ്ധമൊക്കെ ഒഴിവാക്കണം നമുക്ക്. പീസ് എഡ്യൂക്കേഷൻ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഐൻസ്റ്റൈൻ, നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, പീസ് ഈസ് പ്രസൻസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ലോ, നോട്ട് ജസ്റ്റ് ആബ്സെൻസ് ഓഫ് വാർ അല്ലെ. ജസ്റ്റിസിന്റെയും നീതിയുടെയും നിയമത്തിന്റെയും പ്രസൻസ് ആണ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ വാർ ഇല്ല എന്നുള്ളത് കൊണ്ട് എല്ലാവരും പീസ്, സമാധാനം അനുഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു മീനിങ് ഇല്ല. Then Freire is telling that peace education transforms a culture of violence to one of peace. അല്ലെ. അപ്പോ ഒരു വയലൻസ് ഉള്ള ഒരു കൾച്ചറിനെ എന്താണ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് മാറ്റുന്നതാണ് പീസ് എഡ്യൂക്കേഷനിലൂടെ. ഓക്കെ. Then Riordan is telling promotes planetary consciousness and social change അല്ലെ. അതായത് നമ്മളൊരു പ്ലാനറ്റ്, അതായത് എർത്ത് എന്നുള്ളൊരു പ്ലാനറ്റിലാണ് ജീവിക്കുന്നത്. എല്ലാവരും നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അതൊരു സോഷ്യൽ ചേഞ്ചിലേക്ക് മാറുന്നു ത്രൂ പീസ് എഡ്യൂക്കേഷൻ അല്ലെ. അപ്പൊ അതാണ് എന്ത് പീസ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു റിയാർഡൻ. Then Dewey is telling encourages democratic participation and transformative action അല്ലെ. ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷനിൽ, അതായത് നമുക്കറിയാം നൗ ഇന്ത്യ ഈസ് പ്രാക്ടീസിങ് ഡെമോക്രസി. സോ അതിനു വേണ്ടിയിട്ട് എന്താണ് നമുക്കറിയാം, ജനാധിപത്യമാണ് അല്ലെ, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് ആണ്. അതിൽ നമുക്കും പാർട്ടിസിപ്പേഷൻ വേണം അല്ലെ. വോട്ട് ചെയ്യുമ്പോഴായാലും നമുക്കൊരു പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് ആക്ഷൻ, അത് ഒരു വലിയ മാറ്റമാണ് സമൂഹത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്. Then UNICEF is telling aims at behavioral change to prevent and resolve conflicts അല്ലെ. അത് ബിഹേവിയറൽ ചേഞ്ച് ആണ് ആളുകളിൽ ഉണ്ടാക്കുന്നത്. എന്ത്? പീസ് എഡ്യൂക്കേഷൻ. എന്നിട്ട് അത് എന്താ ചെയ്യുന്നത്? പ്രിവെന്റ് ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട്സ് അല്ലെ. കോൺഫ്ലിക്റ്റുകളെ പ്രിവെന്റ് ചെയ്യുക, പറഞ്ഞു വെച്ചാൽ ഇല്ലായ്മ ചെയ്യുകയോ അല്ലെങ്കിൽ സോൾവ് ചെയ്യുകയോ ചെയ്യുന്നു. കോൺസെപ്റ്റ്സ് ഓഫ് പീസ് എഡ്യൂക്കേഷൻ. Then Riordan distinguishes between negative peace ആൻഡ് പോസിറ്റീവ് പീസ്. നെഗറ്റീവ് പീസ് എന്ന് പറഞ്ഞാൽ വാർ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പീസ് എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. ദാറ്റ് ഈസ് നെഗറ്റീവ് പീസ്. പോസിറ്റീവ് പീസ് പറഞ്ഞിട്ട് ജസ്റ്റിസ് ആൻഡ് ലോ ആർ ദയർ അല്ലെ. നീതി എല്ലാവർക്കും ഉണ്ട്, ഇക്വാളിറ്റി എല്ലാവർക്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് പീസ്. ഓക്കെ, ദാറ്റ് ഈസ് പോസിറ്റീവ് പീസ്. സോ 2 kinds of peace are there. Negative peace, that is absence of war. Then positive peace means justice and equality are there and there is no war at all. Peace education addresses injustice, inequality and environmental issues. അപ്പോ ഇൻജസ്റ്റിസും ഇനീക്വാലിറ്റിയും അതുപോലെ തന്നെ എൻവയറൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ പീസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, 2018 ഇവിടെ ഭയങ്കര ഫ്ലഡ് ഉണ്ടായി അല്ലെ. ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പൊ ആ സമയത്ത് വാറൊന്നും ഇല്ലായിരുന്നു, പക്ഷെ സം എൻവയറൺമെന്റൽ ഇഷ്യൂസ് ആർ ദയർ. അപ്പൊ അവിടെ പീസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്ക് ചില സമയത്ത് തോന്നും ഇനീക്വാലിറ്റി ഈസ് ദയർ ഇൻ അവർ കൺട്രി ഓർ ഇൻ അവർ സിസ്റ്റം അല്ലെ. സം പീപ്പിൾ ആർ, നമ്മൾ ഒരു തമാശക്ക് പറയാറുണ്ട്, ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ അവിടെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്ന് നമുക്ക് വി കനോട്ട് സേ ദാറ്റ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഈസ് ദയർ ഇൻ സച്ച് എ കൺട്രി. So it promotes non-violent conflict resolution and critical thinking. നമ്മൾ എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് പീസ് ഉള്ള ഒരു പീസ്ഫുൾ ആയിട്ട് നമ്മളത് റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് നോൺ വയലൻസ് അല്ലെ. ഗാന്ധിജിയുടെ മാർഗം അഹിംസ. നമ്മൾ വിമർശനാത്മകമായി ചിന്തിക്കുന്നു അല്ലെ. നമ്മൾ ഇപ്പൊ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അല്ലെ. അവരിങ്ങടെ ഒരാളെ കൊന്നു, നമ്മൾ രണ്ടുപേരെ അങ്ങോട്ട് കൊന്നു. അപ്പൊ അവിടെ പീസ് ഉണ്ടാവോ? എന്തായാലും അല്ലെ, പീസ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ വയലൻസിലൂടെ മാത്രമാണ് നമുക്ക് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ പറ്റും.
Harris and Sindot are telling peace education builds desire for peace and analysis of injustice. Desire for peace. നമുക്ക് പീസ് സമാധാനത്തിനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നു through education, through peace education. Okay, if we are living in a negative, peaceful or not peaceful situation, and analysis of injustice. നമ്മളപ്പോൾ ഇൻജസ്റ്റിസും അനീക്വാലിറ്റിയും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യും. കാരണം നമുക്ക് നെഗറ്റീവ് പീസ് മാത്രം പോരാ, നമുക്ക് പോസിറ്റീവ് പീസും വേണം. James Page is telling it promotes active peacemaking and love for humanity. So through peace education is making love for humanity. അല്ലെ, എല്ലാവരോടും നമ്മൾ എല്ലാവരെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ there is a kind of peace in our world. Then aims and objectives of peace education. ഇനി peace educationന്റെ aims and objectives എന്തൊക്കെയാണ്? Aims of peace education: understand sources of violence and their impact. അല്ലെ, അതായത് വയലൻസിന്റെ നമ്മൾ മനസ്സിലാക്കും. അല്ലെ, ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കും വയലൻസ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. അല്ലെ, അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിസാസ്ട്രസ് ആസ് വെൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ്? ഇപ്പൊ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ ഇമ്പാക്റ്റുകളെ പറ്റിയിട്ടാണ് ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്, അതായത് പീസ് എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകൾ. ഡെവലപ്പ് ഫ്രെയിം വർക്ക്സ് ഫോർ പീസ്ഫുൾ സൊസൈറ്റീസ്. അങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള സൊസൈറ്റികൾ ഉണ്ടാക്കാനുള്ള ഫ്രെയിം വർക്ക്സ് അവർ ഡെവലപ്പ് ചെയ്യും. Then explore causes of conflict within individuals and structures. അതുപോലെ തന്നെ ആളുകൾക്കിടയിലും അല്ലെങ്കിൽ സൊസൈറ്റിയിലും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരാളുടെ ഉള്ളിൽ തന്നെയുള്ള കോൺഫ്ലിക്റ്റുകൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ പിന്നെ ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റൽ കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകുന്നില്ല. പ്രൊമോട്ട് നോൺ വയലന്റ് ആൾട്ടർനേറ്റീവ്സ് ആൻഡ് പേഴ്സണൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അങ്ങനെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് പീസ്ഫുൾ എഡ്യൂക്കേഷൻ, അല്ലെ, പീസ് എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നത് നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആണ്. അല്ലെ, അല്ലാതെ ഇങ്ങോട്ട് അടിച്ചു നാളെ അങ്ങോട്ട് രണ്ടെണ്ണം അടിക്കണം എന്ന് പറഞ്ഞ് പോകുമല്ല അവർ ചെയ്യുന്നത്. ദേ ആർ ഓപ്റ്റിംഗ് ഫോർ എ നോൺ വയലന്റ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. Encourage view that violence is learned and peace is possible. Okay, അതായത് വയലൻസ് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, വയലൻസിലൂടെ അല്ലാതെ ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ ഈസ് ദെയർ. ഓക്കെ, അപ്പൊ അവര് വയലൻസിനെതിരെ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് പീസ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്? അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഡെവലപ്പ് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലിംഗ് ബിഹേവിയേഴ്സ്. അല്ലെ, അതായത് കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലിംഗ് ബിഹേവിയർ. നമുക്ക് കോൺഫ്ലിക്റ്റ് രണ്ടുപേരെ അടി കൂടുകയാണെങ്കിൽ പല രീതിയിൽ നമുക്കത് റിസോൾവ് ചെയ്യാൻ പറ്റും. അല്ലെ, സോൾവ് ചെയ്യാൻ പറ്റും അവർ തമ്മിലുള്ള ഇഷ്യൂസ്. അതിൽ പീസ്ഫുൾ ആയ രീതിയിൽ പീസ് എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാൾ നോൺ വയലന്റ് മെത്തേഡിലൂടെയാണ് വി ഹാവ് ടു ഹാൻഡിൽ ഇറ്റ്. ഓക്കെ, അതാണ് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലിംഗ് ബിഹേവിയർ വിത്ത് പീസ്ഫുൾ ആൻഡ് നോൺ വയലന്റ് മെത്തേഡ്സ്. പോസിറ്റീവ് വാല്യൂസ് ഫോർ എ മീനിങ് ഫുൾ ലൈഫ്. നമ്മൾ കുറച്ച് എത്തിക്സും ഒക്കെ പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്കൊരു മീനിങ് ഫുൾ ആൻഡ് പീസ്ഫുൾ ലൈഫ് ഉണ്ടാവും. വർക്ക് ടുവേർഡ്സ് എ ഹ്യൂമെയിൻ ആൻഡ് പീസ്ഫുൾ ഗ്ലോബൽ സൊസൈറ്റി. അങ്ങനെയുള്ള നമ്മൾ എന്ത് ചെയ്യും? അല്ലെ, പീസ് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ വർക്ക് ഫോർ ദ ഹോൾ ഹ്യൂമനിറ്റി, അല്ലെ, ആൻഡ് എ പീസ്ഫുൾ ഗ്ലോബൽ സൊസൈറ്റി. സമാധാനപരമായിട്ടുള്ള ഒരു ഗ്ലോബൽ സൊസൈറ്റി ആയിരിക്കും നമ്മുടെ ലക്ഷ്യം. പിന്നെ integrate peace education into all education levels and curricula. അല്ലെ, അങ്ങനെ പീസ് എഡ്യൂക്കേഷൻ നമുക്ക് നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. Then only we can promote what? Peace education as well as peaceful society as well as a peaceful global community. അല്ലെ, promote active processes for peaceful human relations. അതുപോലെ തന്നെ നമുക്കറിയാം പീസ് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റും. സോ എ പീസ്ഫുൾ ഹ്യൂമൻ റിലേഷൻ ഈസ് ഹാപ്പനിങ്. പീസ് എഡ്യൂക്കേഷൻ അറ്റ് ഡിഫറെന്റ് ലെവൽസ്, പല തരത്തിലുണ്ട്. അല്ലെ, പീസ് എഡ്യൂക്കേഷൻ ആദ്യം നമ്മൾ പറയുന്നത് പീസ് എഡ്യൂക്കേഷൻ അറ്റ് ഏർലി ചൈൽഡ്ഹുഡ് ലെവൽ. നമ്മൾ വീട്ടിൽ നിന്ന് പീസ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് കുറച്ച് പീസ് എഡ്യൂക്കേഷൻ നമുക്ക് ഫ്രം അവർ ഹോം ഇറ്റ് സെൽഫ് ഈസ് ഹാപ്പനിങ് ഓർ ഇൻ അവർ ഏർലി ചൈൽഡ്ഹുഡ് ഈസ് ഹാപ്പനിങ്. സോ വിച്ച് ആർ ദോസ് വാല്യൂസ്? Early childhood is critical for forming habits and values. നമുക്കറിയാം ചൈൽഡ്ഹുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏർലി ചൈൽഡ്ഹുഡ് എസ്പെഷ്യലി നമ്മുടെ
പുതിയൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് ഈ ഏർലി ചൈൽഡ്ഹുഡിൽ നമ്മൾ കൊടുക്കുന്ന കുറെ അഡ്വൈസസ് അല്ലെങ്കിൽ കുറെ ഇൻഹിബിഷൻസ്, do's and don'ts are very helpful. Family and environment play key roles in shaping behavior. അതായത് ഫാമിലി അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് എല്ലാവർക്കും ഇതിൽ വലിയ പങ്കുണ്ട്. Early exposure to social and emotional learning fosters peace. അതുപോലെ സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ അതിലേക്ക് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഒരു എന്താ പറയാ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരിക്കണം ഫോർ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ലെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പോഷർ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിയിരിക്കണം. ബിൽഡ്സ് ഫൗണ്ടേഷൻ ഫോർ എംപതി, കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അപ്പൊ ഇതുകൊണ്ട് എന്താ ഉണ്ടാവുക? മറ്റുള്ളവരോട് ഒരു എംപതി, സഹകരണ മനോഭാവം, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അല്ലെ, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായാൽ സോൾവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അതായത് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനുള്ള ഒരു എംപതി പറഞ്ഞാൽ അറിയാലോ അല്ലെ, എക്സ്ട്രീം ലെവൽ ഓഫ് സിംപതി. നമ്മൾ തന്നെയാണ് ആ അനുഭവിക്കുന്ന ആളെന്ന് നമുക്ക് തോന്നുകയാണ്, ദാറ്റ് ഈസ് എംപതി. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് മറ്റുള്ളവരോട് സ്നേഹം തോന്നും. ഓക്കെ, ഇതൊക്കെ ഏർലി ചൈൽഡ്ഹുഡിലാണ് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത് ബൈ എക്സ്പോസിങ് ടു സച്ച് എ കൈൻഡ് ഓഫ് സോഷ്യൽ സിറ്റുവേഷൻസ്. എംഫസൈസസ് ഡേ ടു ഡേ പീസ്ഫുൾ ഇന്ററാക്ഷൻസ് അല്ലെ. അതുപോലെ തന്നെ ഡേ ടു ഡേ അല്ലെ, ദിവസേന അവരുമായിട്ട് പീസ്ഫുൾ ഇന്ററാക്ഷൻസ്. ചെറിയ കുട്ടികൾ നമുക്കറിയാം നന്നായി വളർത്തിയില്ലെങ്കിൽ ചെറുപ്പത്തിലെ വയലന്റ് ആയിരിക്കും അല്ലെ. ഒരു 2-3 ഇയേഴ്സിലുള്ള കുട്ടികൾ, കുറെ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അവര് എല്ലാവരും മുതിർന്നവരെയൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും അല്ലെ, ഉപദ്രവിക്കുക. അപ്പൊ ഈ ഒരു രീതിയിൽ അപ്പൊ തന്നെ അവര് വയലൻസ് പിന്തുടരുകയാണ്. അപ്പൊ കുട്ടികളെല്ലാം വെച്ച് നോക്കി നിൽക്കുകയല്ല, അവര് നമുക്ക് നല്ല പാതയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പീസ് എഡ്യൂക്കേഷൻ അറ്റ് എലമെന്ററി ലെവൽ. ഇനി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനത്തെ കൈൻഡ് ഓഫ് പീസ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? ചിൽഡ്രൻ സ്റ്റാർട്ട് ഗ്രാസ്പിംഗ് എബ്സ്ട്രാക്ട് ഐഡിയാസ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ് അല്ലെ. അപ്പൊ ഇവിടെയാണ് നമുക്ക് കുട്ടികൾക്ക് എബ്സ്ട്രാക്ട് ഐഡിയാസും, എബ്സ്ട്രാക്ട് ഐഡിയ പറഞ്ഞു വെച്ചാൽ നമ്മൾക്ക് തൊടാനും കാണാനും പറ്റില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ലവ്, ഹെയ്റ്റ്, അതുപോലെ തന്നെ പ്ലഷർ അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കുറെ ഐഡിയാസിനെ പറ്റിയിട്ട് കുട്ടികൾ മനസ്സിലാക്കുന്നത് ഇൻ ദെയർ എലമെന്ററി ലെവൽ. അപ്പോഴാണ് കുറച്ചും കൂടെ സോഷ്യൽ റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നത് വിത്ത് ദെയർ ഫ്രണ്ട്സ് ഇൻ സ്കൂൾസ് അല്ലെ. ടീച്ചിങ് ഇൻക്ലൂഡ്സ് ഓണസ്റ്റി, ടോളറൻസ്, റെസ്പെക്ട് ആൻഡ് കോപ്പറേഷൻ. അപ്പൊ ആ സമയത്ത് ടീച്ചേഴ്സ് പഠിപ്പിക്കണം ഓണസ്റ്റി, സത്യസന്ധത. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സ്റ്റുഡൻസ് ഷുഡ് ബി ഓണസ്റ്റ്. തല പോയാലും സത്യം പറയണം എന്നുള്ള ഒരു പാഠം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ കുട്ടികളിൽ വളർത്തിയെടുക്കാം. ടോളറൻസ്, ക്ഷമ, റിസ്പെക്ട് അല്ലെ, മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കണം. ആൻഡ് കോപ്പറേഷൻ അല്ലെ, അതായത് കോപ്പറേറ്റ് ചെയ്യണം എല്ലാവരുമായിട്ടും, സഹകരണ മനോഭാവവും ഉണ്ടാക്കിയെടുക്കണം. എൻകറേജസ് ഹൈജീൻ, റെസ്പോൺസിബിലിറ്റി ആൻഡ് പങ്ക്ച്വാലിറ്റി. അതുപോലെ തന്നെ ഹൈജീൻ അല്ലെ, വൃത്തി, അതുപോലെ ഉത്തരവാദിത്തങ്ങൾ, പങ്ക്ച്വാലിറ്റി, അതൊക്കെ ജീവിതത്തിലെ വളരെ വലിയ മൂല്യങ്ങളാണെന്ന് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ടീച്ചേഴ്സ് എലമെന്ററി ലെവലിലാണ് കേട്ടോ, ടീച്ചേഴ്സിന് വലിയ റോൾ ഉണ്ട് അവിടെ. പ്രൊമോട്ട്സ് ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് പിയേഴ്സ്. അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ടും നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാം. ബിൽഡ്സ് ലിസണിങ് സ്കിൽസ് ആൻഡ് ഈസ്തെറ്റിക് സെൻസിറ്റിവിറ്റി. ലിസണിങ് സ്കിൽ, അതായത് ഒരാളുടെ പ്രോബ്ലംസ് കേൾക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ സ്മോൾ തിങ് അല്ലെ. ഒരാൾക്ക് അപ്പൊ തന്നെ നമുക്ക് ഒന്നും പറയണ്ട, ഒന്നും മറുപടി പറയണ്ട, ജസ്റ്റ് അവരുടെ പ്രോബ്ലംസ് കേട്ടിരുന്നാൽ തന്നെ അവർക്ക് നമ്മളോട് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. മാത്രമല്ല അവർക്ക് പകുതി അവര് റിലീവ്ഡ് ആയി അല്ലെ. അതുപോലെ തന്നെ ഈസ്തെറ്റിക് സെൻസിറ്റിവിറ്റി, സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ ഉണ്ടാക്കിയെടുക്കുക. പീസ് എഡ്യൂക്കേഷൻ അറ്റ് സെക്കൻഡറി ലെവൽ. അടുത്ത പോയിന്റ് ആണ് സെക്കൻഡറി ലെവൽ. സ്റ്റുഡൻസ് ഫേസ് ഐഡന്റിറ്റി ഇഷ്യൂസ് ആൻഡ് പിയർ കോൺഫ്ലിക്ട്സ്. ആ സമയത്താണ് അല്ലെ, നമുക്കറിയാം ഒരു സെക്കൻഡറി ലെവലിൽ എത്തുമ്പോഴാണ്, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഒക്കെ എത്തുമ്പോഴാണ് ഈ അടിപിടിയൊക്കെ കൂടുന്നത് അല്ലെ. ഇഷ്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങും, അങ്ങനെ അവർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. നീഡ് ട്രെയിനിങ് ഇൻ ഡയലോഗ്, നെഗോസിയേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആ സമയത്ത് ഏത് രീതിയിൽ നമ്മൾ വർത്തമാനം പറയാം അല്ലെ. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടായിരിക്കാം അടിപിടി ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ കുട്ടികളുടെ അടുത്ത് പറയണം, നമ്മൾ എങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഓൾസോ ബി ദയർ. നെഗോസിയേഷൻ, ദാറ്റ് ഈസ് ആർഗ്യുമെന്റ്സ് എങ്ങനെയായിരിക്കണം. Encouraged to reflect on global interdependence.
നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ദാറ്റ്സ് വി ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ അതേഴ്സ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് പറയുന്നത് നൗ യു ആർ ഗോയിങ് ടു ബിക്കം ടീച്ചേഴ്സ്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളിൽ ഈ വാല്യൂസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആസ് റെസ്പോൺസിബിൾ ടീച്ചർ ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. ഓക്കെ, സോ ബി സെൻസിറ്റീവ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഹെൽപ്സ് ബിൽഡ് ക്രിട്ടിക്കൽ അവെയർനെസ് ഓഫ് പീസ്, ജസ്റ്റിസ് ആൻഡ് വയലൻസ്. അതുപോലെ തന്നെ പീസ്, സമാധാനം, നീതി, വയലൻസിനെയൊക്കെ പറ്റിയിട്ട് കുട്ടികൾക്ക് നല്ല അവബോധം ഉണ്ടാക്കി കൊടുക്കുക. ഇതുകൊണ്ടൊക്കെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രൊമോട്ട്സ് ആക്റ്റീവ് പീസ് മേക്കിംഗ് റോൾസ് ഫോർ സ്റ്റുഡൻസ്. അങ്ങനെ ഒരു ആക്റ്റീവ് പീസ് മേക്കിംഗ് റോൾ ആയിട്ട് മാറുക. അതായത് കുട്ടികളുടെ ഇടയിൽ വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ടീച്ചർ ഷുഡ് ഹാവ് ടു സോൾവ് ഇറ്റ്. ഓക്കെ, ആ രീതിയിലുള്ള ഒരു റോളും കൂടി ടീച്ചേഴ്സിന് ഉണ്ട്. പീസ് എഡ്യൂക്കേഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഇനി ഹയർ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കുട്ടികൾക്ക് എങ്ങനെയാണ് പീസ് എഡ്യൂക്കേഷൻ ഹെൽപ്ഫുൾ ആവുന്നത്? ക്രിട്ടിക്കൽ ഫേസ് ഓഫ് നേഷൻ ബിൽഡിംഗ് ആൻഡ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. ഈ സമയത്താണ് ഈ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നത്. സ്റ്റുഡൻസ് ലേൺ അബൌട്ട് പീസ് കീപ്പിംഗ്, ജസ്റ്റിസ് ആൻഡ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്. ഈ സമയത്താണ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പിനെ പറ്റി കുട്ടികൾ അവെയർ ആവുന്നത്, അല്ലെ? ഞങ്ങൾ ഈ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടാണ്, അതുപോലെ സമാധാനം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ലെവൽ ഒരു 18 years ഒക്കെ ആവുമ്പോഴാണ്. അപ്പൊ കുട്ടികൾക്ക് അതിനെപ്പറ്റി ബോധേഡ് ആവും. ടീച്ചേഴ്സ് മസ്റ്റ് ബി റോൾ മോഡൽസ് ഫോർ പീസ്. അതായത് ടീച്ചേഴ്സ് പരസ്പരം തല്ലുകൂടുന്നൊക്കെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ തല്ലുകൂടുമ്പോൾ നിങ്ങൾ തല്ലുകൂടണ്ടെന്ന് ടീച്ചേഴ്സിന് പറയാൻ പറ്റില്ല. സോ ടീച്ചേഴ്സ്, നമുക്ക് പറയാം ടീച്ചേഴ്സ് ആർ ഇൻഡിവിജ്വൽസ്, ദേ ആർ ഹ്യൂമൻ ബീയിങ്സ് എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും teachers are always role models for students. So behave accordingly. Okay, this is a great advice, not an advice, but it's a great suggestion. Then courses can include human rights, conflict management and diplomacy. ഈ കോഴ്സുകളൊക്കെ നമുക്ക് എവിടെ എടുക്കാൻ പറ്റും? കോളേജിലൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉണ്ട് അങ്ങനെ ഓഡിറ്റ് കോഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓഡിറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് പഠിച്ചാൽ ഇതിനൊരു ഇത്ര ക്രെഡിറ്റ് കിട്ടിയാൽ മാത്രമാണ് ഡിഗ്രി പാസ്സാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവും, എങ്ങനെയൊക്കെയാണ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹൗ ടു ലിവ് ഇൻ ദിസ് സൊസൈറ്റി എന്നുള്ള കുറെ കോൺസെപ്റ്റുകൾ കുട്ടികൾക്ക് മനസ്സിലാവുന്നു. പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ റെസ്പോൺസിബിൾ സൊസൈറ്റൽ റോൾസ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ഉത്തരവാദിത്ത ബോധം, അല്ലെ? നിങ്ങളിപ്പോ യു ആർ not at all just students, not students, not just children, but you are responsible citizens എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പീസ് എഡ്യൂക്കേഷൻ ഇൻ അഡൾട്ട് എഡ്യൂക്കേഷൻ, അല്ലെ? അഡൾട്ട് എഡ്യൂക്കേഷനിലുള്ള സ്കോപ്പ് എന്താണ് ഫോർ പീസ് എഡ്യൂക്കേഷൻ? അഡൾട്ട് എഡ്യൂക്കേഷൻ ബിൽഡ്സ് അഡാപ്റ്റബിലിറ്റി ആൻഡ് സോഷ്യൽ അവയർനെസ്. അപ്പോൾ അഡാപ്റ്റബിലിറ്റി, അല്ലെ? സൊസൈറ്റിയിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ തുല്യതാ പരീക്ഷകളൊക്കെ എഴുതുന്നുണ്ടല്ലോ. ബിക്കോസ് അവർക്ക് പല പോയിന്റിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഡെവലപ്മെന്റിന്റെ സമയത്ത് ഈ പരീക്ഷകളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ ദേ ഹാവ് ടു റീഅപ്പിയർ ഇൻ ദി എക്സാമിനേഷൻസ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കും ഒരു സോഷ്യൽ അവയർനെസ് കൊടുക്കേണ്ടി വരും. helps adults relate personal experiences with broader realities. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആണത്, ബിക്കോസ് ദേ ആർ എൽഡേഴ്സ് ആൻഡ് ദേ ആർ ലിവിങ് ഇൻ ദ സൊസൈറ്റി. ഓക്കെ, അപ്പൊ അവർക്ക് ഈ ബോർഡർ റിയാലിറ്റി, അല്ലെ, എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എങ്ങനെയാണ് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റുക, ഹൗ ടു ബിഹേവ് പീസ്ഫുള്ളി ടു അതേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പ്രൊമോട്ട്സ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, അല്ലെ? അവരിൽ സെൽഫ് കോൺഫിഡൻസും അതുപോലെ തന്നെ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. എൻകറേജസ് ഹാർമണി ആൻഡ് കളക്റ്റീവ് വെൽബീയിങ്, സമാധാനവും അതുപോലെ തന്നെ കളക്റ്റീവ് വെൽബീയിങ്, അല്ലെ? സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടായി എല്ലാവർക്കും സമാധാനമാണ്, എല്ലാവർക്കും ഒരു കംഫർട്ട് ഉണ്ടാവും എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. Essential in today's conflict-ridden, fast-changing world. ഇതെല്ലാം പീസ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ പ്രക്ഷുബ്ധമായിട്ടുള്ള അനങ്ങിയ അടിയാണ് ഇപ്പൊ, അല്ലെ? ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്താൾ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അനങ്ങിയ അടി പിടിയാണ്. അപ്പൊ എത്ര ആളുകളൊക്കെയാണ് കുത്തിക്കൊല്ലുന്നത്, അല്ലെ? ഒരു ആള് കണ്ടില്ലേ എന്നാള്, എന്താണ് പറയാ, ഒരു ഫാമിലിയിലെ തന്നെ 5 ആൾക്കാരെ കുത്തിക്കൊന്നു. അപ്പൊ വാട്ട് ഇസ് ഗോയിങ് ഓൺ?
അപ്പൊ അവരൊക്കെ പറഞ്ഞ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളല്ല, ദേ ആർ ഹൈലി എഡ്യൂക്കേറ്റഡ്, ബട്ട് ദേ ആർ നോട്ട് അറ്റ് ഓൾ ഹാവിങ് പീസ് എഡ്യൂക്കേഷൻ. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൽ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കില്ല് വേണം, അതുപോലെ തന്നെ പീസ് എഡ്യൂക്കേഷൻ, അല്ലെ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടൻസ് ഇൻ പ്രസന്റ് സിനാരിയോ, ഇന്നത്തെ കാലത്ത് അല്ലെ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ഡിസ്പൈറ്റ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, കോൺഫ്ലിക്ട് ആൻഡ് മോറൽ ഡീകീ പേഴ്സിസ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി, നമ്മൾ ചന്ദ്രനിൽ പോയി, ചൊവ്വയിൽ പോയി, ബഹിരാകാശത്ത് കുറക്കാലം താമസിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളുടെ ഈ മൊറാലിറ്റി, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ്, അല്ലെ, പ്രക്ഷുബ്ധത, അല്ലെങ്കിൽ ഒരു പരസ്പരമുള്ള ഇഷ്യൂസ്, അതൊക്കെ കൂടി വരികയാണ് ചെയ്യുന്നത്. പീസ് നീഡഡ് അറ്റ് പേഴ്സണൽ, ലോക്കൽ ആൻഡ് ഗ്ലോബൽ ലെവൽസ്, അല്ലെ? ഇനി പീസ്, സമാധാനം ഏതൊക്കെ തലങ്ങളിലാണ് വരേണ്ടത്? പേഴ്സണൽ ലെവലിൽ വേണം, ദെൻ ലോക്കൽ, അല്ലെ, ദാറ്റ് ഈസ് ടു ദ പീപ്പിൾ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ്, ആൻഡ് ഗ്ലോബൽ ലെവൽ. എല്ലായിടത്തും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ വേണം, ടു ദ സറൗണ്ടിങ് ദാറ്റ് വി ആർ ഇൻവോൾവിംഗ്. True peace requires social responsibility and coexistence, അല്ലെ? ശരിയായ പീസ് അല്ലെങ്കിൽ സമാധാനം, അതിനെന്താണ് വേണ്ടത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അല്ലെ? സാമൂഹിക പ്രതിബദ്ധത, അതുപോലെ തന്നെ സമൂഹത്തിനോട് ഒത്തിണങ്ങി പോവാനുള്ള ഒരു കഴിവ്. സമൂഹം എന്ന് പറഞ്ഞു വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പൊ ഇവരോടൊക്കെ കോ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും ഒരു ഉത്തരവാദിത്വം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാകുന്നു. പീസ് ലൈസ് ഇൻ കളക്റ്റീവ് പ്രോസ്പെറിറ്റി, നോട്ട് ഇൻഡിവിജ്വൽ ഗെയിൻസ്, അല്ലെ? അതായത് നമ്മൾ ഒന്നാണ്, അല്ലാതെ എനിക്ക് മാത്രം നേടണം എന്ന് വിചാരിച്ചാൽ ദർ വോണ്ട് ബി എനി പീസ് അറ്റ് ഓൾ. എല്ലാവരും നമ്മുടെ ആളുകളാണ്. ഒരു കളക്റ്റീവ് പ്രോസ്പെറിറ്റി, നമ്മുടെ സമൂഹത്തിനാണ് പ്രോസ്പെറിറ്റി, സമൃദ്ധി ഉണ്ടാവേണ്ടത്. ആ രീതിയിലായിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. എലിമിനേറ്റ് ന്യൂക്ലിയർ വെപ്പൺസ് ഓഫ് ദ മൈൻഡ് ലൈക്ക് ഹേറ്റ്രഡ് ആൻഡ് പ്രെജുഡൈസ്. നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ന്യൂക്ലിയർ വെപ്പൺസ്, അല്ലെ? ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അണു ആയുധങ്ങൾ ഏതൊക്കെയാണ്? ഹേറ്റ്രഡ് ആൻഡ് പ്രെജുഡൈസ്, വെറുപ്പ്. പ്രെജുഡൈസ് പറഞ്ഞ മുൻവിധി എന്നുവെച്ചാൽ എന്താ? അവനിങ്ങനെയാണ്, അവനിങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ മുൻവിധിയോടുകൂടെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ, അല്ലെ? ഇറ്റ് വിൽ ലീഡ് ടു കോൺഫ്ലിക്ട്സ്. UN ഫ്രെയിംവർക്ക് ഫോർ പീസ് എഡ്യൂക്കേഷൻ. UN എന്താ പറയുന്നത് നോക്കാം. Promotes values like justice, equality, liberty and democracy. യുണൈറ്റഡ് നേഷൻസ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ജസ്റ്റിസ്, ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഡെമോക്രസി. എൻകറേജസ് പാർട്ടിസിപ്പേഷൻ ഇൻ ലോക്കൽ ആൻഡ് ഗ്ലോബൽ കമ്മ്യൂണിറ്റീസ്. അതുപോലെ തന്നെ UN-ന്റെ പല സംഘടനകളും ഇങ്ങനെ ലോക്കൽ, ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ UN എയ്ഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ UN ഫണ്ടൊക്കെ അനുവദിക്കുന്നുണ്ട് പല എന്താ പറയുക ലോക്കൽ ഡെവലപ്മെന്റ്സിനും വേണ്ടിയിട്ട്. സപ്പോർട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ നമുക്കറിയാം ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ വാറൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ UN ഇടപെടുന്നു. കാരണം UN-ന്റെ ലക്ഷ്യം തന്നെ എന്താണ്? ടു ക്രിയേറ്റ് എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് അതാണ്. സപ്പോർട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഗ്ലോബൽ ഹാർമണി. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റും അതുപോലെ തന്നെ ലോക സമാധാനവും, ഓക്കെ, ഇതൊക്കെ സപ്പോർട്ട് ചെയ്യലാണ് UN-ന്റെ ജോലി എന്ന് പറഞ്ഞാൽ തന്നെ. പീസ് എഡ്യൂക്കേഷൻ ഷുഡ് പ്രിമിയേറ്റ് സ്കൂൾ കൾച്ചർ ആൻഡ് കരിക്കുലം. അപ്പോ നമ്മൾ എന്താണ് പെർമിയേറ്റ് ചെയ്യണം എന്തിനെ? സ്കൂൾ കരിക്കുലത്തിനെ വിത്ത് പീസ് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ എഡ്യൂക്കേഷനിൽ തന്നെ നമ്മൾ വെൽ എക്വിപ്ഡ് ആയിരിക്കണം ഫോർ എ പീസ്ഫുൾ ടുമോറോ, അല്ലെ? അതായത് ഇന്നത്തെ സ്കൂളിലെ കുട്ടികളാണ് നാളത്തെ പൗരന്മാര്. അപ്പൊ ഇന്ന് അവർ സമാധാനം എന്താണ്, സമാധാനത്തിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് നാളെ അവർക്ക് ആ രീതിയിൽ പെരുമാറാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പീസ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അറ്റ് ദ സ്കൂൾ ലെവൽ. സ്കൂൾസ് ഷുഡ് ബി സോൺസ് ഓഫ് പീസ് വിത്ത് റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്സ്, അല്ലെ? അതായത് സമാധാനത്തിന്റെ താഴ്വരകളാവണം സ്കൂളുകൾ, അല്ലെ? മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പൊ നമുക്ക് സമാധാനം തന്നെ വന്നോളൂ. പീസ് എഡ്യൂക്കേഷൻ പ്രാക്ടീസസ് ഇൻ സ്കൂൾസ്. സേഫ് റെസ്പെക്ട്ഫുൾ എൻവയറൺമെന്റ്സ് ആർ കീ ഫോർ പീസ് എഡ്യൂക്കേഷൻ, അല്ലെ? അതായത് നമ്മൾ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള, അപ്പൊ ഇതൊക്കെയാണ് പീസ് എഡ്യൂക്കേഷന്റെ കീ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് എന്താ പറയാ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, ദെൻ
പ്രൊമോട്ട് നോൺ വയലൻസ് ഇൻ റിസോൾവിങ് സ്കൂൾ കോൺഫ്ലിക്ട്സ്, അല്ലെ? ടീച്ചേഴ്സിനും ബാധകമാണത്. കുട്ടികൾ അടി ഉണ്ടായി കഴിഞ്ഞാൽ അവരെ കൂടുതൽ അടിക്കുക എന്നുള്ളതല്ല, ഒരു സമാധാനപരമായിട്ട് ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക. റിഫ്ലക്ട് ഈക്വാലിറ്റി ആൻഡ് ഫെയർനെസ് ഇൻ പോളിസീസ് ആൻഡ് ബിഹേവിയർ. അപ്പൊ അങ്ങനെ കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യുമ്പോൾ രണ്ട് കൂട്ടരെയും ഈക്വൽ ആയിട്ട് പരിഗണിക്കണം, അല്ലെങ്കിൽ അത് ഫെർദർ കോൺഫ്ലിക്ട്സിന് കാരണമാവും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എല്ലാ കുട്ടികളെയും ഒരേ മനോഭാവത്തോടു കൂടെ വേണം കാണാനായിട്ട്. അതർവൈസ് ഇറ്റ് വിൽ ലീഡ് ടു കോൺഫ്ലിക്ട്സ്. എൻകറേജ് കമ്മ്യൂണിറ്റി. പാർഷ്യാലിറ്റി ഒരിക്കലും പാടില്ലാത്തൊരു പ്രൊഫഷനാണ് ടീച്ചിങ്. എൻകറേജ് കമ്മ്യൂണിറ്റി റൂട്ടഡ് പീസ് ബിൽഡിംഗ് ട്രഡീഷൻസ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റൂട്ടഡ്, നമുക്കറിയാം കമ്മ്യൂണിറ്റിയിൽ നമുക്കറിയാം ഒരുപാട് പീസ് ബിൽഡിംഗ് ട്രഡീഷൻസ്, അല്ലെ? എസ്പെഷ്യലി ഇന്ത്യ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി തന്നെ അഹിംസയാണ്, നോൺ വയലൻസ് ആണ്. അപ്പൊ അത് ആ മൂല്യങ്ങളൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യുക. നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. കൾട്ടിവേറ്റ് ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് ഇൻ സ്റ്റുഡന്റ് അഡൾട്ട് റിലേഷൻഷിപ്സ്. സ്റ്റുഡന്റ് അഡൾട്ട് റിലേഷൻഷിപ്സിൽ ടീച്ചേഴ്സുമായിട്ടും പാരന്റ്സുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്സിൽ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്കറിയാം നമ്മുടെ പാരന്റ്സും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മുതിർന്നവരെ ബഹുമാനിക്കണം, അല്ലെ? അപ്പൊ ഈ രീതിയിലുള്ള ബഹുമാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോഴാണ് കുറെ മൂല്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒച്ച വെക്കാൻ പാടില്ല, ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം, അഡൾട്ട്സിനെ ബഹുമാനിക്കണം. ആ ഒരു കൾച്ചർ നമ്മൾ വീണ്ടും റിക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വി കൻ സോൾവ് മോർ കോൺഫ്ലിക്ട്സ്. പീസ് എഡ്യൂക്കേഷൻ ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഇനി എന്താണ് ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺഫ്ലിക്ട് happens when people disagree in thoughts or opinions, അല്ലെ? ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ ഉണ്ടാവുന്നത്? രണ്ട് പേര് തമ്മിൽ അടി ഉണ്ടാവുന്നത്, അല്ലെ? അതായത് അവരുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോ ചിന്തകളോ ഒക്കെ ഡിഫറെന്റ് ആവുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ഇറ്റ് ക്യാൻ ബി എ ഫൈറ്റ് ബിറ്റ്വീൻ ടു പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ്. ഒരുപക്ഷെ രണ്ട് കുട്ടികൾ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ, അല്ലെ? നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ വർഷം നമ്മുടെ പയ്യനെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെയാണ് തല്ലിക്കൊന്നത്. ആലോചിച്ച് നോക്കി നോക്കൂ, അല്ലെ? 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ കൊന്നു. ഓക്കെ, what a tragic event it was. അപ്പൊ പീസ് എഡ്യൂക്കേഷൻ, വാട്ട്സ് ദ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ? ഓക്കെ, അപ്പൊ നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കോൺഫ്ലിക്ട്സ് arise from different values, needs or interests, അല്ലെ? പല തരത്തിലുള്ള മൂല്യങ്ങളും ആവശ്യങ്ങളും ഇൻട്രസ്റ്റുകളും അതിൽ നിന്നൊക്കെയാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത്, അല്ലെ? അപ്പൊ അതിൽ കണ്ടില്ലേ, ഒരു ട്യൂഷൻ ക്ലാസ്സിലുള്ള ഒരു പ്രോഗ്രാമിന് മറ്റുള്ള ട്യൂഷൻ ക്ലാസ്സിലെ അല്ലെങ്കിൽ അവിടെ പഠിക്കാത്തൊരു കുട്ടി പോയി എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നത്. അപ്പൊ ആരെയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, ആരെയും നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ വരുന്നത്. സ്ട്രോങ് ഇമോഷൻസ് ലൈക്ക് ഫീലിംഗ് ഡിസ്റെസ്പെക്റ്റഡ് ഓർ അൺസേഫ് ക്യാൻ ട്രിഗർ കോൺഫ്ലിക്റ്റ്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവില്ല, എങ്ങനെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം എന്നറിയില്ല. അപ്പൊ ഇതൊക്കെയാണ് അവർക്ക് ഈ കോൺഫ്ലിക്റ്റിനുള്ള കാരണം. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ മീൻസ് ഫൈൻഡിങ് പീസ്ഫുൾ സൊല്യൂഷൻ ദാറ്റ് വർക്ക്സ് ഫോർ ഓൾ. അപ്പോൾ നമ്മൾ ഇതിന് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ പോകുമ്പോൾ രണ്ട് കൂട്ടർക്കും ബെനിഫിറ്റ് ഉള്ള രീതിയിൽ, രണ്ട് കൂട്ടരെയും പരിഗണിക്കുന്ന രീതിയിൽ ഒരു റെസൊല്യൂഷൻ, അല്ലെ, ഒരു സൊല്യൂഷനാണ് ഉണ്ടാക്കേണ്ടത്. ഡെഫിനിഷൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. Conflict resolution uses methods to reduce or remove conflict, അല്ലെ? കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാതിരിക്കുകയോ അത് കുറയ്ക്കുകയോ ചെയ്യുന്നതാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഗ്രൂപ്പ്സ് നെഗോഷിയേറ്റ് ആൻഡ് ഫൈൻഡ് എഗ്രിമെന്റ്, അല്ലെ? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് രണ്ട് ഗ്രൂപ്പിലുള്ള ആളുകൾ പരസ്പരം മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് അവരൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിൽ എത്തുന്നത്. ഓക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനിൽ. വിക്കിപീഡിയ പറയുന്നത് എന്താണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ റേഞ്ച് ഓഫ് മെത്തേഡ്സ് ടു എലിമിനേറ്റ് സോഴ്സസ് ഓഫ് കോൺഫ്ലിക്റ്റ്, അല്ലെ? കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാവുന്ന സോഴ്സ് ആണ് ആദ്യം എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുള്ള കാരണങ്ങൾ അറ്റ് ഫസ്റ്റ് ടീച്ചേഴ്സ് ഷുഡ് ഹാവ് ടു ഐഡന്റിഫൈ ദ റീസൺസ്, ഓക്കെ, ഫോർ കോൺഫ്ലിക്റ്റ്. എന്നിട്ട് അതില്ലാതെയൊക്കെ അപ്പൊ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. Bill Waters is telling understanding dynamic of negotiation among interest group. അപ്പൊ ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, അതായത് രണ്ട് ഗ്രൂപ്പ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ആർഗ്യുമെന്റ്, അല്ലെ, അത് സോൾവ് ചെയ്യുക. ദി കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എയിം ടു അച്ചീവ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പീസ്. എന്താണ് ഇതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
അതായത് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, രണ്ടുപേരും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് മിക്കവാറും കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത്. ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ട്രെയിനിങ് എങ്ങനെയാണത്? നമ്മൾ എങ്ങനെയാണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ചെയ്യാൻ പോകുന്നത്? നാളെ നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, അടികൾ ഒക്കെ ഉണ്ടാവും കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ. അപ്പൊ നിങ്ങൾ അതിന്റെ ഇടയിൽ പോയിട്ട് തല്ലുകൊള്ളല്ല വേണ്ടത്, അല്ലെങ്കിൽ തല്ലു കൊടുക്കുകയല്ല വേണ്ടത്. ഹൗ ടു സോൾവ് ദീസ് കോൺഫ്ലിക്ട്സ് ഇൻ സ്കൂൾസ്. കോൺഫ്ലിക്ട് ഈസ് നേച്ചുറൽ ആൻഡ് ഹാപ്പൻസ് ഇൻ ഓൾ റിലേഷൻഷിപ്സ്. അല്ലെ, അച്ഛനും മക്കളും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഭാര്യയും ഭർത്താവും തമ്മിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, പിന്നെ ഫ്രണ്ട്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇൻ ഓൾ റിലേഷൻഷിപ്സ് there are conflicts. Proper handling of conflict can help us grow emotionally. അപ്പോൾ നമ്മളിത് നന്നായി ഹാൻഡിൽ ചെയ്താൽ നമുക്ക് നല്ല ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവും. ട്രെയിനിങ് ടീച്ചേഴ്സ് ഹൗ ടു മാനേജ് ഇമോഷൻസ് ആൻഡ് ട്രാക്ക് പീസ്ഫുള്ളി. അതുപോലെ തന്നെ എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇമോഷൻസിനെ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെ സമാധാനപരമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ സോൾവ് പ്രോബ്ലംസ് വിത്തൗട്ട് വയലൻസ്. അതിലൂടെ വയലൻസിലൂടെ അല്ലാതെ ഒരു പ്രോബ്ലം സൊല്യൂഷൻ എങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കുട്ടികൾക്ക് ഉണ്ടാവുന്നു. കമ്മ്യൂണിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആർ കീ പാർട്ട് ഓഫ് ദ ട്രെയിനിങ്. അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, അതായത് ചിലപ്പോൾ അവർ കുറച്ചേരം വർത്താനം പറഞ്ഞാൽ തന്നെ അവരുടെ കോൺഫ്ലിക്റ്റ് ഇല്ലാതായി മാറും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്ലാസ് റൂമിൽ ഇപ്പൊ നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് പോകുമ്പോൾ ക്ലാസ് റൂമിൽ നിങ്ങൾ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ആർഗ്യൂ ചെയ്യരുത് സ്റ്റുഡൻസുമായിട്ട്. കാരണം നിങ്ങൾ സെക്കൻഡറി ഹയർ സെക്കൻഡറി ലെവൽ പഠിപ്പിക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സ് ആണ്. അതായത് ഒരു എന്താ പറയാ, ഒരു കുറച്ചൊക്കെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവർ. അപ്പൊ അവരെ ആ രീതിയിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പൊ അവർക്ക് റെസ്പെക്ട് കൊടുക്കുക. എനിക്ക് നന്നായി റെസ്പെക്ട് ഒരാൾ തരണം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ആരും റെസ്പെക്ട് തരില്ല. പിന്നെ അത് റെസ്പെക്ട് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, അത് ഉള്ളിലാണ് ഉണ്ടാവുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എണീറ്റ് നിൽക്കുക എന്നുള്ളതല്ല റെസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇമോഷൻ. ഓക്കെ, അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കാം എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഒരിക്കലും ആർഗ്യൂ ചെയ്യരുത് കേട്ടോ ക്ലാസ് റൂമിൽ കുട്ടികളുടെ അടുത്ത്. അവരെയൊക്കെ ചെറിയ കുട്ടികളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ദെൻ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ട്രെയിനിങ് എങ്ങനെയൊക്കെയാണ്? ലേൺ 6 സ്റ്റെപ്സ് ഓഫ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഡിഫൈൻ ദ പ്രോബ്ലം. ആദ്യം പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാം. കമ്മ്യൂണിക്കേറ്റ് ടുഗെദർ. രണ്ട് ഗ്രൂപ്പുമായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുക. ബിൽഡ് റിലേഷൻഷിപ്സ്. എന്നിട്ട് അവർ തമ്മിൽ ഫ്രണ്ട്സ് ആക്കുക. ഓക്കെ, ബിൽഡ് എ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ദെൻ മേക്ക് എ പ്ലാൻ. ഗെറ്റ് കമ്മിറ്റ്മെന്റ്. ഗിവ് ഫീഡ്ബാക്ക്. ഇനി മാത്രമല്ല അവർ തമ്മിൽ ഇങ്ങനത്തെ ഈ ഒരു ഇഷ്യൂ ഇനി ഉണ്ടാവില്ലല്ലോ, ഫോളോ അപ്പ് ഈസ് നീഡഡ് അല്ലെ. അല്ല നിങ്ങൾ ഇനി ഫ്രണ്ട്സ് ആയി ഇനി പൊയ്ക്കോ പറഞ്ഞാൽ സ്കൂളിന്റെ പുറത്ത് പോയിട്ട് അവർ അടി ഉണ്ടാക്കും. പക്ഷെ അവരോട് ചോദിക്കാം, ഓക്കെ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത്, ഓക്കെ വാട്ട്സ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഫോക്കസ് ഓൺ നെഗോസിയേഷൻ, അസർട്ടീവ്നെസ് ആൻഡ് പെർസുവേഷൻ. അതുപോലെ തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയുക. ആൻഡ് പോസിറ്റീവ്നെസ് അല്ലെ, അതിൽ നമ്മൾ അവർ രണ്ടുപേരും പറയുന്നതിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. ലേൺ ടു പ്രിവെന്റ് കോൺഫ്ലിക്ട് ബിഫോർ ഇറ്റ് ഗ്രോസ് അല്ലെ. എന്തെങ്കിലും തുടക്കത്തിൽ സ്റ്റിച്ച് സേവ്സ് 9 എന്നുള്ള ഒരു പ്രോവേർബ് ഉണ്ട് അല്ലെ. നമ്മുടെ ഡ്രസ്സൊക്കെ കീറിക്കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റിച്ച് ഇട്ടാൽ മതിയാവും ചിലപ്പോൾ ആദ്യം. പക്ഷെ നമ്മളത് സ്റ്റിച്ച് ഇടാതെ ഓട്ട വലുതായി 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 പിന്നെ 9ഉം 10ഉം സ്റ്റിച്ച് ഇട്ടാലും ആ ഡ്രസ്സ് നേരെയാവാൻ വഴിയില്ല. അപ്പൊ അതാണ് പറയുന്നത്, തുടക്കത്തിലെ നമ്മളത് കണ്ടുപിടിക്കുക, സോൾവ് ചെയ്യുക. പ്രാക്ടീസ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ലൈക്ക് എഗ്രിമെന്റ് ഫ്രേസസ് ആൻഡ് ഓപ്പൺ ക്വസ്റ്റ്യൻസ്. പിന്നെ അവര് പരസ്പരം ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അങ്ങനെ ഒരു എഗ്രിമെന്റ് അല്ലെ, നല്ല രീതിയിൽ തന്നെ അവര് തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് പരസ്പരം ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്താണ് പ്രോബ്ലം? ഓക്കെ, ഇതിങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രോബ്ലം മാറുമോ? ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? And such questions can be asked to such students. Control anger and stress to handle conflict better. Okay, ആ സമയത്ത് ടീച്ചേഴ്സ് ചൂടായിട്ട് ഒരു കാര്യമില്ല, കുട്ടികളുടെ അടുത്ത് നാട്ടി ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അതുപോലെ തന്നെ ഈ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് എന്നുള്ളതിൽ ഏറ്റവും കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കുക, ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കോൺഫ്ലിക്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പീസ് എഡ്യൂക്കേഷൻ ആസ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ പ്രോഗ്രാംസ് ടീച്ച് ലൈഫ് സ്കിൽ അല്ലെ, അതൊരു ലൈഫ് സ്കില്ലാണ്. ഓക്കെ, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ.
They are used in schools, communities and youth groups. അല്ലെ, യുവാക്കളിലാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. കാരണം അവരുടെ ആ ഏജ്, രക്തം തിളക്കുന്ന ഏജ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് അവർക്ക് ഇമോഷൻസ് വരുന്നു, അതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. സ്കൂളിലും അതുപോലെ സമൂഹത്തിലും ഈ യൂത്ത് ഗ്രൂപ്പ്സ്, കോളേജിലൊക്കെ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിൽഡ്രൻ ലേൺ വാട്ട് കോൺഫ്ലിക്ട് ഈസ് ആൻഡ് ഹൗ ടു മാനേജ് ഇറ്റ്. അല്ലെ, കുട്ടികൾക്ക് മനസ്സിലാക്കണം എന്താണ് കോൺഫ്ലിക്റ്റ്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം. കോൺഫ്ലിക്റ്റ് ഈസ് നോർമൽ ആൻഡ് ക്യാൻ ബി ഹാൻഡിൽഡ് പീസ്ഫുള്ളി. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ആണ്, എല്ലാവർക്കും ഉണ്ടാവും ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ. അത് എങ്ങനെ പീസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഇതാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ടീച്ചേഴ്സും ആദ്യം അത് പഠിച്ചിരിക്കണം. കൾച്ചർ ആൻഡ് പവർ പ്ലേ റോൾസ് ഇൻ ഹൗ കോൺഫ്ലിക്ട്സ് ഡെവലപ്പ്. നമുക്കറിയാം power dynamics in the class, caste, okay, that power dynamics is there in our society, and the culture is also important in creating conflict. അല്ലെ, അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ക്ലാസ് റൂമിലാണ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ലിസണേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ലിസണേഴ്സ് ആണ് അല്ലെങ്കിൽ ഓഡിയൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ അതിനനുസരിച്ച് തന്നെ അവരെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. Peace education as conflict resolution. Children learn different conflict styles: compete, cooperate, avoid. അല്ലെ, എങ്ങനെയൊക്കെയാണ് ഡിഫറെന്റ് കോൺഫ്ലിക്ട് സ്റ്റൈൽ? കോമ്പീറ്റൻസിലൂടെ, മത്സരം, ചിലപ്പോൾ സഹകരണത്തിലൂടെയും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ചിലപ്പോൾ അവോയ്ഡ്. ഓക്കെ, അപ്പം അവോയ്ഡ്, നമ്മളത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെ ഈ രീതിയിലുള്ള ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. നോ വൺ സ്റ്റൈൽ ഫിറ്റ്സ് എവറി സിറ്റുവേഷൻ, ചൂസ് ബേസ്ഡ് ഓൺ നീഡ്. അല്ലെ, അതായത് എല്ലാവർക്കും എല്ലാവരെയും അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിനനുസരിച്ച് തന്നെ നമ്മളും അത് മനസ്സിലാക്കുക. വയലൻസ് ഈസ് നോട്ട് എ ഗുഡ് വേ ടു സോൾവ് പ്രോബ്ലംസ്. അല്ലെ, വയലൻസ് അല്ല പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അവൻ ഇങ്ങോട്ട് അടിച്ചു, അപ്പൊ ഞാൻ രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കുക, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്കത്? അല്ലെ, അത് വീണ്ടും വീണ്ടും വയലൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ, നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ എല്ലാവരും എന്ത് വേണമെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കപ്പെട്ട കുട്ടികളാണ് ഫ്രം ദയർ പാരൻസ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു നോ എന്ന് കേൾക്കുമ്പോൾ അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അത് തന്നെ ഒരു വലിയ കോൺഫ്ലിക്റ്റിന് കാരണമാവും. ഇപ്പൊ കണ്ടിട്ടില്ലേ, ആ കുട്ടികളൊക്കെ ഒരു എസ്പെഷ്യലി ഈ ഓപ്പോസിറ്റ് സെക്സിനോടൊക്കെ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ലെവലാണ് ഹയർ സെക്കൻഡറി ലെവലൊക്കെ, ഹയർ സെക്കൻഡറി ലെവൽ. ആ സമയത്ത് ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആ സമയത്തൊക്കെ ഇവര് പറഞ്ഞ ഭയങ്കര നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അല്ലെ, നമ്മളോട് നോ പറഞ്ഞ ആളുകളെ കുത്തിക്കൊല്ലുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ആസ് ടീച്ചേഴ്സ്. ദെൻ സ്റ്റുഡൻസ് ലേൺ ലിസണിങ്, ഇമോഷണൽ കൺട്രോൾ ആൻഡ് എംപതി. അല്ലെ, അവർക്ക് എന്താണ് ലിസണിങ് സ്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. എംപതി, നമ്മുടെ പോലെ തന്നെ മറ്റുള്ള ആളുകളും. ഓക്കെ, അപ്പൊ അവരോടൊരു നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. പെർസ്പെക്റ്റീവ് ടോക്കിംഗ് ഹെൽപ്സ് ചിൽഡ്രൻ ഫീൽ ഫോർ അതേഴ്സ് ആൻഡ് അവോയ്ഡ് ഹാം. മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാൻ പഠിപ്പിക്കാം. ഓക്കെ, ചിലപ്പോ നിന്നോട് ഇത് പറഞ്ഞാൽ നിനക്ക് വിഷമാവില്ലേ, അതുപോലെ തന്നെയല്ലേ അവനും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് വി ക്യാൻ സോൾവ് കോൺഫ്ലിക്ട്സ്. പീസ് എഡ്യൂക്കേഷൻ അടുത്ത പോയിന്റ്സ് ആണ് പറയുന്നത്. UNICEF defines peace education as promoting knowledge, skills and attitudes to prevent violence. വയലൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ സ്കില്ലുകൾ അല്ലെ, അതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, പീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. യുനിസെഫിന്റെ ഡെഫിനിഷൻ ആണ്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ആക്ട് പീസ്ഫുള്ളി ഇൻ പേഴ്സണൽ ആൻഡ് പബ്ലിക് ലൈഫ്. അപ്പൊ ഈ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫിലും പബ്ലിക് ലൈഫിലും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിട്ട് ആളുകൾ പഠിക്കുന്നു. ഇൻക്ലൂഡ്സ് ആന്റി റേസിസം, മൾട്ടികൾച്ചറലിസം ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. നമുക്കറിയാം ഈ റേസിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇപ്പൊ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നമ്മുടെ ഇവിടെ പഠിക്കാനൊക്കെ വരുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അവരുണ്ട്. സോ മൾട്ടികൾച്ചറലിസം അല്ലെ, നമ്മുടെ കൾച്ചർ അല്ല അവരുടെ. അപ്പൊ അവരുടെ കൾച്ചറിനെ നമ്മൾ മോശമായിട്ട് പറഞ്ഞു വെച്ചാൽ കോൺഫ്ലിക്ട് വിൽ ബി ദയർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് പീസ് എഡ്യൂക്കേഷൻ. എൻകറേജസ് കമ്മ്യൂണിക്കേഷൻ, എംപതി ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. ഇത്
നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ അതായത് കമ്മ്യൂണിക്കേഷൻ, അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ്, കമ്മ്യൂണിക്കേഷണൽ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒഴിവാക്കുക. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, എല്ലാവരോടും ഒരു എംപതി ക്രിയേറ്റ് ചെയ്യുക. ബിൽഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീസ് ആൻഡ് ജസ്റ്റിസ് ഇൻ സൊസൈറ്റി. അങ്ങനെ നമ്മൾ ഒരു സമാധാനപരമായിട്ടുള്ള നീതി ഉറപ്പാക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക. അതാണ് പീസ് എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് യുനിസെഫ് മീൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ് പീസ് എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് പാർട്ടാണത്. സെക്കൻഡ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ഇനി നിങ്ങൾ മോർ കമന്റ്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ.